സമുദ്രത്തിന്റെ ആഴത്തിൽ ആ മനുഷ്യൻ ഒരു രഹസ്യം കണ്ടെത്തി. അത് അവന്റെ ആത്മാവിന് പോലും പിടിച്ചുലച്ചു. അയാൾക്ക് ചുറ്റും കട്ടിയുള്ളതും ഭാരമേറിയതുമായ ഇരുമ്പ് ചങ്ങലകൾ ഉണ്ടായിരുന്നു. ഒന്നല്ല, നൂറുകണക്കിന്. ഏതോ ഭീമാകാരമായ ജീവിയെ ബന്ധിച്ച് തടവിലാക്കിയതുപോലെ അവന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. അവൻ ഉടനെ ഉപരിതലത്തിലേക്ക് പാഞ്ഞു. എന്നാൽ മുകളിൽ കണ്ട കാഴ്ച അവന്റെ രക്തത്തെ മരവിപ്പിച്ചു. ഏകദേശം 100 മീറ്റർ ഉയരമുള്ള ഒരു തിരമാല അവന്റെ നേരെ പാഞ്ഞു കയറുകയായിരുന്നു. മരണം അവന്റെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു. അപ്പോഴാണ് സമീപത്തുള്ള ഒരു ചെറിയ കഴുത പെട്ടെന്ന് ചിറകുകൾ വിരിച്ച് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. കഴുത വായുവിലേക്ക് ഉയർന്നു. ഭയാനകമായ തിരമാലയിൽ നിന്ന് അവനെ രക്ഷിച്ചു. തിരമാല കടന്നുപോയി. കടൽ ശാന്തമായി. പക്ഷെ പിന്നീട് അവന്റെ കണ്ണുകൾ വീണ്ടും ആ ചങ്ങലകളിൽ പതിഞ്ഞു. ഇത്തവണ അവയിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു പർവ്വതത്തോളം വലിയ ഒരു കഷ്ണം അവൻ കണ്ടു. ദൂരെ നിന്ന് അതൊരു പൊങ്ങിക്കിടക്കുന്ന ദ്വീപ് പോലെ കാണപ്പെട്ടു. പക്ഷേ അയാൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ദ്വീപിനെ കണ്ണുകളുണ്ടായിരുന്നു. സഹായത്തിനായി യാചിക്കുന്നത് പോലെ സങ്കടവും സഹതാപവും വ്യക്തമായി കാണാവുന്നത്ര വലിയ കണ്ണുകൾ അവയിൽ ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും ഈ ബന്ധിയാക്കപ്പെട്ട ജീവിയെ മോചിപ്പിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ അതൊരു ദ്വീപല്ല, മറിച്ച് ക്രൂരമായി ചങ്ങലയിട്ട ഒരു പുരാതന ഭീമാകരമായ തിമിംഗലമാണെന്ന് അയാൾക്ക് മനസ്സിലായി. തിമിംഗലത്തിന്റെ കണ്ണുകളിൽ നിന്ന് മുത്തുപോലുള്ള കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ആ കാഴ്ച വളരെ വേദനാജനകമായിരുന്നു. ആ മനുഷ്യൻ ഉടൻ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി. തിമിംഗലത്തിന്റെ ഗുഹ പോലുള്ള മൂക്കിൽ അവന്റെ നോട്ടം പതിഞ്ഞു. ഒരു ധൈര്യമായ ആശയം അയാളുടെ മനസ്സിൽ വന്നു. അവൻ തന്റെ പറക്കുന്ന കഴുതയുടെ പുറകിലിരുന്നു. നേരെ തിമിംഗലത്തിന്റെ മൂക്കിനുള്ളിൽ പോയി. കഴുതയോട് വിരലുകൾ കൊണ്ട് അതിനെ മൃദുവായി കിളിപ്പെടുത്താൻ പറഞ്ഞു. കഴുത മൂക്കിന്റെ ചുമരുകളിൽ സ്പർശിച്ചപ്പോൾ തിമിംഗലത്തിന്റെ മൂക്ക് കൂടുതൽ കിളിപ്പെടുത്തി. തുമ്മൽ നിയന്ത്രിക്കാൻ കഴിയാതെ അത് പതുക്കെ അതിന്റെ വലിയ തല ഉയർത്താൻ തുടങ്ങി. അത് ഉയർന്നു വന്നപ്പോൾ കടൽ വെള്ളം അതിന്റെ മൂക്കിലേക്ക് ഒഴുകി. തുരുമ്പിച്ച പഴയ ചങ്ങലകൾ ഒന്നൊന്നായി പൊട്ടാൻ തുടങ്ങി. പിന്നെ ശക്തമായ ഒരു തുമ്മലോടെ തിമിംഗലം സ്വയം പൂർണ്ണമായും സ്വതന്ത്രമായി. മനുഷ്യനും പറക്കുന്ന കഴുതയും കൃത്യസമയത്ത് രക്ഷപ്പെട്ടു.